വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ച് വെച്ചിട്ട് ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്ന വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ബ്ലൗസ് കട്ടിങ്ങിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ ബ്ലൗസിൻ്റെ ഈ മാർക്ക് ചെയ്ത ഈ ഭാഗങ്ങളിലൂടെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 3 ഭാഗത്ത് നമ്മൾ ഡാട്ട് ഇട്ട് കൊടുത്തിരുന്നല്ലോ, ആ ഭാഗങ്ങളിലൂടെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ 3 ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ, പക്ഷേ ഒരുമിച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുത്തതെന്ന് മാത്രം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാൻഡ് പീസ് ഉണ്ടല്ലോ താഴെ വെക്കാനുള്ളത്, അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 3 ബാൻഡ് പീസും ഒരുമിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. മുകളിലുള്ള ബാൻഡ് പീസ് 2 എണ്ണം നല്ല ഭാഗം വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ മുകളിലുള്ളത്. പിന്നെ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ കോണുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം മാത്രമേ ഈ താഴെ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാവൂ. ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലുള്ള ഒരു പീസ് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒരു പതിച്ചടി കൊടുക്കുക. അതിനുശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ സെൻറ്റർ ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അവിടെയും കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് 2ആക്കി മടക്കി വെച്ച് കൊടുത്തിട്ടൊന്ന് നോക്കുക കേട്ടോ, 2 ഭാഗവും കറക്റ്റായിട്ട് വരുന്നുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് അതൊന്ന് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തിൻ്റെ മുകളിലേക്ക് ഈ ഒരു ബാൻഡ് പീസിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ തിരിച്ചും മറ്റേ ഭാഗവും അതുപോലെ തന്നെ ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ പട്ട വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗവും ബാക്ക് പീസിൻ്റെ നല്ല ഭാഗവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ അധികമായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ബാൻഡ് പീസ് ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ട് ഉണ്ടല്ലോ അതൊന്ന് ഒരുമിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് ലെവൽ ചെയ്തൊന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സെൻറ്റർ ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ ഭാഗം കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക, തുണി അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങി പോവരുത്. നമ്മൾ ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബൈൻഡിങ്ങും വെച്ച് കൊടുക്കുക. ബൈൻഡിങ് നമ്മൾ നല്ല വശത്താണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. 1.5 ഇഞ്ചുള്ള പീസാണ് ബൈൻഡിങ് എടുത്തിട്ടുള്ളത്. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൂടെ ഒരു പതിച്ചടി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഫേസിങ് നമുക്ക് വെച്ച് കൊടുക്കുക. ഫേസിങ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ചീത്തവശത്താണ് കേട്ടോ. ചീത്തവശത്ത് വെച്ച് കൊടുത്തിട്ട് ഉള്ളിൽ നല്ല വശത്തേക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബ്ലൗസിൻ്റെ ഫേസിങ്ങും ബൈൻഡിങ്ങും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടോ ഒന്നും ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇല്ല കേട്ടോ. ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്ലീവാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രണ്ടിൻ്റെ കൈക്കുഴി കുഴിച്ച് വെട്ടിയിരുന്നല്ലോ, അത് ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അങ്ങനെ നമുക്ക് ഈ ഒരു 2 സ്ലീവും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ 2 സ്ലീവും ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ബാക്ക് ഭാഗം വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് ഹെം ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഈസി മെത്തേഡായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ക്രോസ് പീസാണ്.
ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരുന്നല്ലോ, അതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ക്രോസ് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് മറ്റേ ഭാഗം വരെ നമുക്ക് ഈ ക്രോസ് പീസ് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഈ ക്രോസ് പീസിൻ്റെ മുകളിലൂടെ പതിച്ചടി കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഈ ഒരു രീതിയിലൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗം മൊത്തത്തിലൊന്ന് ഹെം ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതിന് ഹുക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ലീവിൻ്റെ അവിടെ നമ്മൾ ഹെം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ട് ഒരു ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാം, സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ.